ദീപ അനീഷ് എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ആൾരൂപം നമുക്ക് ഉഴിഞ്ഞിട്ട് വീട്ടിലെടുത്ത് വെക്കാനായിട്ട് സാധിക്കുമോ? പിന്നീട് ഗുരുവായൂർക്ക് വരുന്ന സമയത്ത് സമർപ്പിച്ചാൽ മതിയോ? എങ്ങനെയാണ് ഉഴിഞ്ഞു വെക്കേണ്ടതെന്നാണ് ദീപ ചേച്ചി ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആൾരൂപത്തെ കുറിച്ച് പറയാം. ആൾരൂപം എന്ന് പറയുന്നത് ചെറിയ ചെറിയ സ്വർണ്ണത്തിലോ വെള്ളിയിലോ ഒക്കെ തീർത്തിട്ടുള്ള സ്ത്രീയുടെയോ പുരുഷന്റെയോ രൂപങ്ങളാണ്. പൂർണ്ണമായ രൂപങ്ങൾ മാത്രമല്ല കേട്ടോ, കൈയിൻ്റെ കാലിൻ്റെ ഒക്കെ രൂപങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് സാധാരണ വയ്യായികളൊക്കെ വരുന്ന സമയത്താണ് ആൾരൂപമൊക്കെ ഉഴിഞ്ഞിട്ട് സമർപ്പിക്കുക. രണ്ട് തരത്തിൽ സമർപ്പിക്കും. ഒന്ന് നമുക്ക് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഭണ്ഡാരത്തിൽ സമർപ്പിക്കാം, അല്ലെങ്കിൽ പിന്നെ ക്ഷേത്രത്തിൽ തന്നെയുള്ള ആൾരൂപം എടുത്ത് പ്രാർത്ഥിച്ചിട്ട് അവിടെ തന്നെ സമർപ്പിക്കാം കേട്ടോ. അപ്പോൾ വാങ്ങിയിട്ടാണ് നമ്മൾ സമർപ്പിക്കണമെങ്കിൽ, ഇപ്പോൾ വെള്ളിയാണോ സ്വർണ്ണമാണോ എന്നുള്ളത് ഓരോരുത്തരുടെ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ചാണ് കേട്ടോ, ഓരോരുത്തരുടെ കഴിവിനനുസരിച്ചിട്ടാണ് അത് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ട് നമുക്കത് ഇപ്പം തന്നെ, അതായത് വാങ്ങിയ ദിവസം തന്നെ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരുന്നില്ലെങ്കിൽ അത് ഒഴിഞ്ഞിട്ട് വീട്ടിലെടുത്ത് വെക്കാം. അതിൽ യാതൊരുവിധ വിരോധവും ഇല്ല കേട്ടോ. കുഴിയുന്ന സമയത്ത് ചില തലയ്ക്ക് ഒഴിഞ്ഞിട്ട് എടുത്ത് വെക്കും, അല്ലെങ്കിൽ പിന്നെ ശരീരം മുഴുവനായിട്ട് ഒഴിയും. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നന്നായി പ്രാർത്ഥിച്ചിട്ട് വെക്കുക. പ്രാർത്ഥനയോടെ ഒഴിയണം, അല്ലെങ്കിൽ പ്രാർത്ഥനയോടെ സമർപ്പിക്കണം. അതാണ് ഏറ്റവും പ്രധാനം കേട്ടോ. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ നേർന്നിരിക്കുന്നത്, അസുഖങ്ങൾ മാറാനാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ മുതിർന്നവർ അല്ലെങ്കിൽ അമ്മമാരൊക്കെ ആൾരൂപം എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് നേർന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ പ്രാർത്ഥനയ്ക്കാണ് പ്രധാനം. അപ്പോൾ നമുക്ക് വീട്ടിലെടുത്ത് വെക്കാം. പിന്നീട് എപ്പോഴാണോ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരുന്നത്, അപ്പോൾ ആ ഒരു ദിവസം കൊണ്ടുവന്നിട്ട് ഭണ്ഡാരത്തിൽ സമർപ്പിക്കാം. ഇനിയിപ്പോൾ വരുന്ന വഴിക്ക് വാങ്ങിയിട്ടാണ് നമ്മൾ വരുന്നതെങ്കിലും വന്നിട്ട് ഭണ്ഡാരത്തിൽ സമർപ്പിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നിട്ട് സമർപ്പിക്കേണ്ടതായിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിന് സാധിക്കാത്തവർക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ അവൈലബിൾ ആണ് കേട്ടോ. ചുറ്റമ്പലത്തിനുള്ളിൽ ആ കിഴക്കേ ഭാഗത്ത് കൊടിമരത്തിൻ്റെ വലത്തേ ഭാഗത്തായിട്ട് മഞ്ചാടി ചെമ്പിൻ്റെ അടുത്തായിട്ട് ഒരു ടേബിളിൽ ആൾരൂപങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പലതരത്തിലുള്ള രൂപങ്ങളുണ്ട്. ഇപ്പോൾ സ്ത്രീയുടെ പുരുഷൻ്റെ രൂപങ്ങൾ, കൈ, കാല്, അങ്ങനെയുള്ള അവയവങ്ങൾ, കണ്ണ്, അതുപോലെ ചെറിയ കുഞ്ഞിൻ്റെ രൂപങ്ങളുണ്ട്, തൊട്ടിലുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. നന്നായി പ്രാർത്ഥിക്കാം, അവിടെ തന്നെ സമർപ്പിക്കണം. ആ ടേബിളിൽ തന്നെ ഭണ്ഡാരത്തിൽ സമർപ്പിക്കരുത് കേട്ടോ. എന്നിട്ട് ആ ടേബിളിൽ വെച്ചതിന് ശേഷം യഥാശക്തി ഒരു തുക ഭണ്ഡാരത്തിൽ സമർപ്പിക്കാം. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് ആൾരൂപം സമർപ്പിക്കേണ്ടത്. ഇത് അസുഖങ്ങൾ മാറാനായിട്ടാണ് ആൾരൂപം. അതുകൂടാതെ കുഞ്ഞുങ്ങളുണ്ടാകാനായിട്ട് തൊട്ടിലും കുട്ടിയും അങ്ങനെയൊക്കെ എടുത്ത് വെക്കുന്ന, അതുപോലെ വീടുണ്ടാകാനായിട്ട് വീടിൻ്റെ രൂപം എടുത്ത് സമർപ്പിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ച് സമർപ്പിക്കാവുന്നതാണ് കേട്ടോ.